പെരുന്നാവും തിരക്കെല്ലായിട്ട് വീഡിയോ എടുക്കാനേ കഴിഞ്ഞിട്ടാ. വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. എഡിറ്റ് ആക്കാനും വോയിസ് എടുക്കാനും എന്ത് സമയം ഉണ്ടായിട്ടാ. ഇന്ന് പെരക്ക് വന്നിട്ട് നല്ല സമാധാനത്തിൽ വീഡിയോ എടുക്കുന്നുള്ളത്. ഇത് പെരുന്നാളിൻ്റെ ഒരു ദിവസം മുന്നുള്ള ഇത് വീഡിയോ. ഇത് മഞ്ചി വന്നിട്ടുണ്ടായി മൈലാഞ്ചി വെക്കാൻ എന്നിട്ട്. അങ്ങനെ മഞ്ചി മൈലാഞ്ചി വെക്കുന്ന തിരക്കിൽ ഞങ്ങൾക്ക് നോമ്പുണ്ടായി. അങ്ങനെ നോമ്പിനെ തുറക്കാനുള്ള പ്രിപ്പറേഷൻ കായ് കാച്ചുന്നുണ്ട്. ഇത് സമൂസ കൊണ്ടുവന്നിട്ടുണ്ടായി മാപ്പിള. അപ്പോൾ ഇതാ ഡ്രസ്സെല്ലാം മഞ്ചി കാണിക്കുന്നുണ്ട്, പെരുന്നാളിൻ്റെ ഡ്രസ്സ് എന്നിട്ട്. അങ്ങനെ മഞ്ചി കായ് കാച്ചുന്നതിൻ്റെ ഇടയിൽ വന്ന് നോക്കുന്നുണ്ട്. ഒരാൾക്ക് വെച്ചിട്ട് എൻ്റെ മഞ്ചി ആദ്യമൊരു മോഡൽ എടുത്തിട്ട് ആദ്യം വലിയ മോൾക്ക് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ കായാച്ചിൻ്റെ പണിയല്ല. അതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്ന് പിന്നെ മോൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിട്ടാ. ഷൂ ചെറിയ മോൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിട്ടാ. അങ്ങനെ നാച്ചുറലി രാത്രി നോമ്പ് പറഞ്ഞിട്ട് നമുക്ക് പോകാമെന്നിട്ട്. യാ റഹ്മാനെ, ഞാൻ ഫസ്റ്റ് ഇങ്ങനെ രാത്രി പോകുന്നത് പെരുന്നാൻ്റെ ഒരു ദിവസം മുന്നേ ബെന്തിട്ട് കൊട്ടം കോരിന്ന് ചെല്ലുന്നല്ലാത്ത പറന്ത് ചെല്ലായില്ല. അത്രമേൽ ബെന്തിന് നമുക്ക് അത്ര തന്നെ ആൾക്കാരുണ്ട്. ഞാൻ ഈ ആൾക്കാരെല്ലാം ഇത്ര ദിവസം എന്താക്കി ഉറങ്ങിയതാണ്. ഷോപ്പിലല്ല റഹ്മാനെ, എന്ത് തിരക്ക്. പാനിയൂക്കിലേക്ക് പോയിന്നത് ഇവിടെ കാലിടാൻ സ്ഥലം ഉണ്ടായിട്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഊറൂസാൻ പറ്റും. നമ്മൾ ഈ പെരുന്നാക്കുന്നിട്ട് ഒരു മാസം മുന്നേ ഒരു കൊല്ലം മുന്നേ ഒരുങ്ങിയെങ്കിൽ ആ പെരുന്നാളിൻ്റെ ലാവ് അതൊരു എത്ര പോയെങ്കിൽ ആ ഒരു ലാവ് പോകുന്ന ഒരു വേറെ തന്നെ ഒരു വൈബ് തന്നെയല്ലേ. ഇത് അന്ന് തന്നെ നമുക്ക് അത് മറന്ന് ഇത് മറന്ന് എന്നിട്ട് ഓരോരോ ഐറ്റം എത്ര മുന്നേ റെഡിയാക്കിയിട്ട് വെച്ചോങ്കിൽ ആ ഒരു പെരുന്നാളിൻ്റെ ലാവ് പോയില്ലെങ്കിൽ ഒരു സമാധാനമേ ആകുന്നില്ല. അങ്ങനെ തോന്നുന്നു എല്ലാ കാസർഗോഡ് നാട്ടിലത്തെ എല്ലാവരും എനിക്ക് തോന്നുന്നു ആ പാനിയൊക്കെയിൽ തന്നെ ഉണ്ടായി. കാണുമ്പോൾ വിചാരിക്കുന്നത് ഉറൂസാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നിയത് മറ്റേ മംഗലത്തിനെല്ലാം പോയിട്ട് അമ്മണ്ടാന്ന് നമ്മളെ പരിചയമുള്ള ആൾ എല്ലാം നമ്മളെ പരിചയക്കാർ തന്നെ. ഓർ ആടെ ഫ്രണ്ട്സ്, ഇവിടെ കസിന്, ആടെ ഫാമിലി, അത് ഇത് ചിരിച്ചിട്ടും മുണ്ടിയിട്ടും ബെന്ത് കൊട്ടം കോരിന് എല്ലാവരും ടൈലറുടെ അടുത്തും കൗണ്ടറിലും ഡ്രസ്സിൻ്റെ അടുത്തും ഷൂവിൻ്റെ അടുത്തും സ്പേൻ്റെ അടുത്തും എന്നല്ലേ എനിക്ക് ആണുങ്ങും പെണ്ണുങ്ങും ഉറങ്ങിയിട്ടുണ്ടായി. ഞാൻ ചെല്ലി ബാറപ്പൂടേക്ക് ബാറ ഷോപ്പിലേക്ക്. പക്ഷെ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടം. ആവുമ്പോൾ ഷാലൂക്ക് ചെല്ലിന് ഈ വീട് ഈ ഷോപ്പിൽ നല്ലുണ്ട് ഈ ഷോപ്പിൽ നല്ലുണ്ട് എന്നിട്ട് പിള്ളേർ അമ്മാതിരി ആക്കുന്നു. മഷാല പോയിട്ടാകുമ്പോൾ നല്ല അടിപൊളി കളക്ഷനാവാ. റേറ്റും അത്ര ഇല്ലാന്ന് തോന്നിന്. എൻ്റെ മോൻക്കെടുത്ത ഡ്രസ്സ് ഇതാവാ. ഇത് പോയിട്ടാകുമ്പോൾ ഞാൻ ഒന്ന് പിടിച്ച് കുറേ തപ്പാന്ന് നിന്നിട്ട്, കാരണം കാണാതെ കട കിട്ടില്ല. ഇവിടുന്ന് പോയിട്ട് നേരെ ഷൂവിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഇവിടെ അത്ര ഉണ്ടെങ്കിൽ ഷൂവിൻ്റെ സെക്ഷനിൽ അത്ര ആളുണ്ടാവില്ലാന്ന്. യാ ബദ്രിങ്ങളെ ഈ നാട്ടിൽ അപ്പുറം ഉണ്ടായി ഷൂവിൻ്റെ സെക്ഷനിൽ. പിള്ളമാരാടെ ഒളിച്ച് കളിക്കാനും തൊട്ട് കളിക്കാനെല്ലാം കഴിഞ്ഞതാ. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ഓളനെയിലേക്ക് ഡ്രസ്സ് ഇട്ടിട്ട് കൊടുത്തിട്ട് എന്നെ മഞ്ചനാക്കിയിട്ട് എടുത്തത്. അങ്ങനെ ഞങ്ങൾക്കുള്ള കുറേ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്ക് ബില്ലടിച്ചിട്ട് കിട്ടി. ബില്ലിൻ്റെ അവിടെയൊക്കെ കുറേ സമയം കാത്തിട്ടിരുന്നു ഞാൻ. അങ്ങനെ ആടുന്ന് നേരെ ഫാൻസിക്ക് പോയി. ആടുന്ന് പിന്നെ പൂ മേങ്ങാൻ പോയി. പിന്നെ നാച്ചാക്ക് 2-3 സ്ഥലത്തേക്ക് പോകണ്ടായി. അങ്ങനെ ആയിട്ട് അമ്മ ഏകദേശം 10-12 മണി ഞങ്ങളെ പെരുന്നാൻ്റെ പാതിയോടെ തീർന്നല്ലേ. പെരുന്നാൻ്റെ മോനൊരു വക ചെല്ലുന്നുണ്ട് പൂവുമ്പോൾ വെടി മേങ്ങിയിട്ട് പൊട്ടിക്കാണ്ട് പോവാ നല്ല തിരക്കാക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം വേണ്ടി നേരെ പെരക്ക് പോയി. പെരക്കെത്തിയ